സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബരിമല വാദം, പ്രതിവാദം, ഈശ്വരവാദം, നിരീശ്വരവാദം വല്ലാത്ത വാദമാണ്. എല്ലാവരും വാദിക്കുകയാണ്. ശബരിമല വിശ്വസ്തരായിട്ടുള്ള വിശ്വാസികൾ സംരക്ഷിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ഭക്തർ സംരക്ഷിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞങ്ങൾ സംരക്ഷിക്കാമെന്ന് ഗവൺമെൻറ്. നിരീശ്വരവാദികൾ സംരക്ഷിച്ചാൽ എന്ത് ഭക്തിയാണ് സംരക്ഷിക്കപ്പെടാൻ പോകുന്നതെന്ന് ഗോകുലം ഗോപാലൻ. ഇത് അയ്യപ്പ സംഗമത്തിൽ തന്നെ ചോദിക്കുകയാണ് കേട്ടോ. വെള്ളാപ്പള്ളി നടേശനും അയ്യപ്പ സംഗമത്തിലുണ്ട്, ഗോകുലം ഗോപാലനും ഉണ്ട്. അപ്പോൾ ഗോകുലം ഗോപാലൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുണ്ട്. ശബരിമലയിലെ നിരീശ്വരവാദികൾക്ക് ഈ ഭക്തിയുമായി എന്ത് ബന്ധം? നിരീശ്വരവാദികൾക്ക് ഭക്തി എങ്ങനെയാണ് കൊണ്ടുപോകാൻ കഴിയുക എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശബരിമല വേദി തന്നെ, അയ്യപ്പ സംഗമത്തിൻ്റെ വേദി തന്നെ നിരീശ്വരവാദത്തിൻ്റെയും ഈശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഭക്തിവാദത്തിൻ്റെയും ഒരു സംഗമം അല്ലെങ്കിൽ ഒരു ചർച്ചാവേദിയായിട്ടുണ്ട് എന്നുള്ളതൊരു വിവാദ ഭൂമികയായി മാറുന്നു എന്നുള്ള രസകരമായ ചർച്ചയാണ്. അപ്പോൾ അവിടെ നടക്കുന്നുണ്ട് ഈ ചർച്ച. ഇപ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം എന്ത് തരത്തിലാണിത് കൊണ്ടുപോകുന്നതെന്നറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി ചില വിവാദങ്ങൾ തുറന്നു വിട്ടിട്ടുണ്ട്. ഭക്തർക്ക് ക്ഷേത്രം നടത്താൻ അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് നടത്താൻ അറിയാത്തത് കൊണ്ടാണ് സർക്കാർ ഇടപെടേണ്ടി വരുന്നതെന്ന് പറയുന്നു. പിന്നെ ഗീതയിലെ ചില സംവിധാനങ്ങൾ പറയുന്നു ഇത് ഹിന്ദുവിൻ്റെ അല്ല, മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനികളുടെ എല്ലാവരുടെയും കൂടാണ് ക്ഷേത്രം, അല്ല അയ്യപ്പ ക്ഷേത്രം, അവിടെ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ അവസരമുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രസകരമാണ് കാര്യങ്ങൾ. ഗോകുല ഗോപാലൻ്റെ ഈ നിരീശ്വരവാദ സംഭാഷണം കൂടി വന്നപ്പോൾ ശബരിമല സംഗമം മറ്റൊരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. വലിയ വിവാദങ്ങളുടെ ഒരു ഭൂമികയായിട്ടാണ് പമ്പാ തീരം മാറിയിരിക്കുന്നത്. ഇതിനിടയിൽ ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ദേവസ്വം ബോർഡിൽ, മലബാർ ദേവസ്വത്തിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റത്തില്ല, ദേവസ്വം ബോർഡുകളിൽ നിന്ന് പൈസ എടുത്ത് ഇന്ന് ചിലവാക്കാൻ പറ്റത്തില്ല, പിന്നെ പരിസ്ഥിതി സംരക്ഷണം നടത്തണം, പിന്നെ അതുപോലെ തന്നെ VIP ട്രീറ്റ്മെൻറ്റ് പാടില്ല, മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് പേരിൽ അവിടുത്തെ ഒന്നും മുടങ്ങാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി ആ നിയന്ത്രണങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി അനുവാദം കൊടുത്തിരിക്കുന്നതിന് സമ്മതിച്ചത്. അപ്പോൾ എന്തായാലും വളരെ രസകരമാണ് ശബരിമലയത്തെ വിശേഷങ്ങൾ. നടക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ശബരിമല നടക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ ശബരിമല വിവാദം എവിടെ എത്തുമെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്.